നമസ്കാരം. അപ്പോൾ റഹ്മാൻ കിങ് ഓഫ് മ്യൂസിക് ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് തന്നെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒത്തിരി ദിവസങ്ങളായി അദ്ദേഹത്തെ വെച്ചിട്ട് ഒത്തിരി മീഡിയാസ്, കുറെ കച്ചറ മീഡിയാസ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് ഇട്ടിട്ട് ഒത്തിരി ദിവസം കളിച്ചൊരു കുറേ ദിവസങ്ങളുണ്ട്. ഒത്തിരി ദിവസം മോശവത്തായ രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ. പക്ഷെ എന്നാലും സംഗീതം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലാണ്. ഒരിക്കലും ആ ഒരു മേഖലയിൽ അദ്ദേഹത്തെ അടിച്ച് താഴ്ത്താൻ സാധിക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അധിക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവർ അധികവും അനിരുദ്ധ് ഫാൻസ് ആണെന്നൊരു 98% 100 വോൾട്ടേജിൽ പറയാം. എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? ഒരിക്കലും തകർക്കാൻ പറ്റാത്ത സാമ്രാജ്യമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നേരിൽ നമ്മൾ കണ്ടറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ്. റോജ മുതൽ ഈ ഒരു സെക്കൻഡ് വരെയും ചെയ്തിരിക്കുന്ന ഓരോ പാട്ടുകൾ എടുത്താലും അദ്ദേഹം ചെയ്തിരിക്കുന്ന സംഗീതം കേട്ടാൽ മാത്രം മതി. ആ അവസാനം പറയുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് സോങ് ഉണ്ട്, അതും അദ്ദേഹത്തിന്റെ വോയിസ് ആണ്. അദ്ദേഹത്തിന്റെ വോയിസ് വെച്ച് തന്നെ ചെയ്തിരിക്കുന്ന ആ ഒരൊറ്റ സോങ് ശരിക്കും ഉലകം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തരംഗമാണ്. എന്നെ ഇഴുകുതടി എന്ന് പറയുന്ന ആ ഒരൊറ്റ സോങ് ഇപ്പോഴും 2024 അവസാന സെക്കൻഡുകൾ, അവസാന നിമിഷം, അവസാന മാസം അടുക്കുമ്പോൾ പോലും ചെയ്തിരിക്കുന്ന ആ ഒരൊറ്റ സോങ്ങിന്റെ ഒരു ഹിറ്റ് ചാർട്ട് ഇതുവരെ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യനെ ഒന്ന് കൈയെത്തി തൊടാൻ പോലും സാധിക്കാത്ത തലത്തിലാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചൊരു സോങ് ആണ്. ആ ഒരു അധിക്ഷേപത്തിന് ശേഷമാണ് ഈ ഒരു സൂപ്പർ ഹിറ്റ് പിറന്നിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം പിറവിയെടുത്തത് അദ്ദേഹം വീണ്ടും സംഗീതം ചെയ്തത് എന്ന് ഓർക്കണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഈ ഒരു അധിക്ഷേപം ഒരു തരി പോലും ഏറ്റിട്ടില്ല എന്നുള്ള കാര്യം 100 വോൾട്ടേജിൽ പറയാം. അപ്പൊ അനിരുദ്ധ് ഫാൻസ് ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു തലത്തിൽ അധിക്ഷേപിച്ചാലും റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക് ഇങ്ങനെ തകർത്ത് തരിപ്പടമാക്കാനുള്ള ഒരു ആയുധം നിങ്ങളുടെ കൈവശം ഇല്ല. റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ ആയുധം എന്ന് പറയുന്നത് മ്യൂസിക് തന്നെയാണ്. അതിനെ തച്ചുടക്കാൻ പറ്റിയതൊന്നും ഈ പറയുന്ന അനിരുദ്ധിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. അതുകൊണ്ട് ഈ അനിരുദ്ധ് ഫാൻസ് ഒന്ന് മനസ്സിലാക്കുക, അധിക്ഷേപിക്കലുകളാവാം, അത് സംഗീതത്തെ മാത്രം. പേഴ്സണൽ ലൈഫ് ഇട്ടിട്ട് അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അധിക്ഷേപം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ചെയ്തിരിക്കുന്ന പുതിയൊരു വർക്കിനെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും യൂട്യൂബിൽ വൈറലാണ്. എത്രയോ കോടി പ്രേക്ഷകരാണ് ആ ഒരു ഒറ്റ സോങ് ഇപ്പോഴും തരംഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനിരുദ്ധ് ഫാൻസുകാർ പറയുന്നത് പോലെ ഇപ്പോൾ ലോകത്തിലുള്ള ഇന്ത്യയിൽ വെച്ച് തന്നെ ഒത്തിരി പണം സമ്പാദിക്കുന്ന ഒരേ ഒരു മ്യൂസീഷ്യൻ അനിരുദ്ധ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ പണത്തിന് വേണ്ടി മാത്രമല്ല സംഗീതം ചെയ്യുന്നത്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ആഗ്രഹത്തിന് ഒരിക്കലും എൻഡ് ഉണ്ടാവില്ല. ആഗ്രഹം ഒരിക്കലും നശിക്കുന്നില്ല. സംഗീതത്തിലുള്ള ആ ഒരു ആഗ്രഹം നശിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഒരു 100 വോൾട്ടേജിൽ കേൾക്കുന്ന ഓരോ സോങ്ങും ജീവൻ ഉള്ളതും വർഷങ്ങളോളം, ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞാലും ഹൃദയത്തിൽ നിന്നും പോവാതെ വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു ഫ്രഷ്നെസ് കിട്ടുന്നത്. അദ്ദേഹം ചെയ്യുന്ന ഓരോ മ്യൂസിക്കും എടുത്തു കഴിഞ്ഞാൽ അറിയാം, ഓരോ മ്യൂസിക്കും കേട്ട് കഴിഞ്ഞാൽ അറിയാം ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ടാണ് അദ്ദേഹം വളരെ ആത്മാർത്ഥതയോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. റോജ മുതൽ ഈ ഒരു കാലഘട്ടം വരെ ചെയ്തിരിക്കുന്ന ഓരോ സോങ് എടുത്ത് നോക്കിയാലും ഹൃദയത്തിൽ നിന്നും അകന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അനിരുദ്ധിന്റെ ഓരോ സോങ്സും 2 മാസം കൂടിയാൽ അത് കഴിഞ്ഞ പോയി ഔട്ടാണ്. അപ്പോൾ അനിരുദ്ധ് ഫാൻസുകാരൊന്ന് ശ്രദ്ധിക്കുക, നല്ല പാട്ടുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക, നല്ല മ്യൂസിക് ചെയ്യുക, അതൊക്കെ വൃത്തിയുള്ളൂ. അല്ലാതെ പേഴ്സണൽ ലൈഫിൽ കയറി അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ്, അല്ലാതെ വെറും പണത്തിൽ മാത്രമല്ല. അധിക പണം വാങ്ങിയത് കൊണ്ട് നല്ല പാട്ട് കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹം വെച്ച് ചെയ്യുന്ന ഓരോ ആത്മാർത്ഥതയുള്ള ഓരോ വർക്കുകളും ഒരു വർക്ക് പോലും ഒഴിവാക്കാത്ത രീതിയിലാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ചേർന്നത്. യൂത്ത് ഫാൻസുകാരെ ഒരു 100 വർഷം ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന പാട്ട് ചെയ്യാൻ പറ്റുമോ? സംഗീതം ചെയ്യാൻ പറ്റുമോ? ഇതൊരു വെല്ലുവിളിയാണ്, നടക്കില്ല. റഹ്മാൻ കിങ് ഓഫ് മ്യൂസിക് ഇന്ത്യ വേണമെങ്കിൽ വേൾഡ് തന്നെ പറയാം. കാരണം ലോകം മുഴുവൻ പ്രേക്ഷകരാണ് റഹ്മാൻ എന്ന് പറയുന്നത്. ഇപ്പോഴും റോജ എന്ന് പറയുന്ന ആ ഒരു പടത്തിലെ പാട്ട് ഇപ്പോഴും കോടാനുകോടി പ്രേക്ഷകരാണ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റഹ്മാനെ മ്യൂസിക് കിങ് എന്ന് ഞാൻ മാത്രമല്ല ലോക പ്രേക്ഷകർ വിളിക്കുന്നത്, ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ അനിരുദ്ധ് ഫാൻസുകാരോട് ഒരു അപേക്ഷയുണ്ട്, ആളറിഞ്ഞ് കളിക്കടാ. അപ്പോൾ ഇത് മാത്രമല്ല അപേക്ഷ, പണം കൂടുതൽ വാങ്ങിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇനി വെറുതെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പണം ഒത്തിരി വാങ്ങിയതുകൊണ്ട് കാര്യമില്ല ബ്രോ.
വേണ്ടത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അതായത് മ്യൂസിക്, സംഗീതം ചെയ്യുമ്പോൾ അത് ഹൃദയത്തിൽ ടച്ച് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രതികരണം എന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളുമായിട്ട് കമൻറ്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.